അതുപോലെ തന്നെ ചില വ്യക്തികൾ തുടങ്ങി വെച്ചിട്ട് വളരെ വൈകാതെ തന്നെ അവരത് ഉപേക്ഷിക്കും. അതിനുശേഷം മറ്റൊന്ന് തുടങ്ങി വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ അതും മടുക്കും, അതും ഉപേക്ഷിക്കും. ഇപ്പോൾ കൺസിസ്റ്റൻസി പലർക്കും ഈ വിഷയത്തിൽ വളരെ ഒരു പ്രശ്നമായിട്ട് കണ്ടുവരാറുണ്ട്. എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക? കൺസിസ്റ്റൻസി എപ്രകാരം ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് തന്നെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇടയാക്കുന്ന കാര്യം. പിന്നെ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ്, ഇത് മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്ന് പറയാറുണ്ട്. ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ കാൾ ന്യൂപോർട്ടിൻ്റെ പുസ്തകമാണ് ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കൺസിസ്റ്റൻസി പ്ലസ് ഹാർഡ് വർക്ക് ഈസ് കോൾഡ് പെർസിവറൻസ് എന്ന് പറയും. എന്തെല്ലാം പ്രശ്നമുണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ എൻ്റെ ഈ ടാസ്ക് കണ്ടിന്യൂസ് ആയി റിപ്പീറ്റഡായി ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് കൺസിസ്റ്റൻസി. അതല്ലെങ്കിൽ കുറച്ചുകൂടി ഞാൻ ഈ വാക്കിനെ പറയാൻ ആഗ്രഹിക്കുന്ന ഡിസിപ്ലിൻ എന്നാണ്. കൺസിസ്റ്റൻസി പ്ലസ് ആക്ഷൻ ഈസ് കോൾഡ് ഡിസിപ്ലിൻ, അല്ലേ? അതെ അതെ. ഒരു കാര്യം തുടർച്ചയായി ചെയ്യണമെങ്കിൽ അതിനെ ചെയ്യാൻ കഴിയുന്ന ഒരു ഹാബിറ്റിനെയാണ് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണ് ഷിജോയോട്. ഇപ്പോൾ ഒരു കാര്യം ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. അതെ. അപ്പോൾ നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഹാബിറ്റ് എന്ന് പറയുന്നത്, ഒന്നുകിൽ ഡെയിലി എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അതല്ലെങ്കിൽ വീട്ടിൽ ഫിസിക്കലായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഡെയിലി ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ചോദിച്ചത് എന്തായിരിക്കും? എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് അത് ചെയ്യാനുള്ളൊരു മടി എന്നുള്ളതാണ്. ആ മടിയാണോ ഒരു പക്ഷേ എന്നെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ അത് ചെയ്യാനുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പേടിയായിരിക്കാം. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന ഭയമായിരിക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുള്ള കാര്യമാണ് ഈ ജിമ്മിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ആരോഗ്യം നിലനിർത്താനായി എനിക്ക് എക്സസൈസ് ചെയ്തേ മതിയാകത്തുള്ളൂ. എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ ഹെൽത്ത് നന്നാക്കണമെങ്കിൽ, ഫിറ്റായിരിക്കണമെങ്കിൽ എനിക്ക് ഈ ആക്ടിവിറ്റി ചെയ്തേ മതിയാകത്തുള്ളൂ എന്നുള്ള ഒരു ബോധ്യം. ഇത് പറയുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ഇപ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇൻജൂരിയസ് ടു ഹെൽത്ത് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെ. രണ്ട്, എക്സസൈസ് ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്റ്റിൽ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, അല്ലേ? എന്നുവെച്ചാൽ എവിടെയോ നമുക്ക് ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻ നഷ്ടപ്പെടുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ടാസ്കുകൾ തുടങ്ങിയാൽ, ഒന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞ നമുക്ക് എക്സൈറ്റിംഗ് ആയുള്ള കാര്യമാകണമെന്നുള്ളതാണ്. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ കുട്ടികളോട് നമ്മൾ പറയും പഠിക്കടി എന്ന് പറയും. അല്ലെങ്കിൽ ടി വി കാണുന്നത് മതിയാക്കാൻ പറയും. മൊബൈൽ കാണുന്നത് കുറയ്ക്കാൻ പറയും. അല്ലെങ്കിൽ വായിക്കാനെല്ലാം പറയാറുണ്ട്. അതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനാണ്. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും? ആരും പറയേണ്ട ആവശ്യമില്ല. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, അവർ വായിക്കുന്നു, സ്വന്തമായി പഠിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചറിയുകയാണ് ഇത് വേണമെന്നുള്ള കാര്യം. വായിച്ചാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ സാധിക്കുന്നുള്ളൂ, അങ്ങനെ ജയിച്ചാൽ മാത്രമേ എനിക്ക് ഒരു ഫ്യൂച്ചർ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും ആ കുട്ടി മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഡേവ് കാർണിഗി എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ദർ ആർ 2 days which are very important in our life. One is the day we born. നമ്മൾ ഒരിക്കലും മറക്കാറില്ല നമ്മൾ ജനിച്ച ദിവസം. എത്ര പ്രായമായാലും നമ്മൾ ജനിച്ച ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കും. പക്ഷെ അതുകൂടാതെ വേറെ ദിവസം കൂടി ഉണ്ട്, വിച്ച് ഈസ് ദ ഡേ വി റിയലൈസ് വൈ വി ആർ ബോൺ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിന് എന്തിനാണ് ജീവിച്ചേക്കുന്നത്? ഈ ലോകത്ത് ഞാൻ 50 വർഷമോ 60 വർഷമോ 70 വർഷമോ 80 വർഷമോ ജീവിച്ച് കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോൾ ഈ ലോകം എന്നെ എങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു? കാർണിഗി എന്ന് പറയുന്നത് ലീവ്, ലവ് ആൻഡ് ലീവ് എ ലെഗസി. ലേൺ, ലവ് ആൻഡ് ലീവ് എ ലെഗസി എന്ന് പറയും. പഠിക്കുക, സ്നേഹിക്കുക, വരുന്ന സമൂഹത്തിനൊരു ചരിത്രമായി നമ്മെ പഠിക്കാനായി എന്തെങ്കിലും നല്ല കാര്യം കൊടുക്കുക, ഓർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഒരു
പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ ഡ്രൈവ് ആൻഡ് നെസസിറ്റി നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ശരിയായി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് ഈ ആഗ്രഹവും ഇഷ്ടവും തമ്മിൽ രണ്ട് കാര്യമാണ്. ഇപ്പോൾ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു സംരംഭം തുടങ്ങണമെന്നുള്ളത് ആഗ്രഹവുമുണ്ട് ഇഷ്ടവുമുണ്ട്, രണ്ടും ഉണ്ടായാലാണ് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ആഗ്രഹമുണ്ട് പക്ഷേ ഇഷ്ടമുണ്ടാകുന്നില്ല, പക്ഷെ ചെയ്തേ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ അവിടെ പറയുന്നതാണ് ഡെലിബറേറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഡെലിബറേറ്റ് ആക്ഷൻസ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷണലായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ ചെയ്തേ അതിനെ മറികടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഹെൽത്ത് വേണം എന്നുള്ള ആൾ ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് തുടങ്ങണം. ഇതിന് പറയുന്നത് എപ്പോഴും നമ്മൾ ടൈനി ഗോൾസ് എന്ന് പറയാറുണ്ട്. ടൈനി ഗോൾസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ള പ്രിൻസിപ്പിൾ, 1% ബെറ്റർ ആകുക എന്നുള്ള പ്രിൻസിപ്പിൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടാതെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൗ ക്യാൻ ഐ ഫൈൻഡ് എ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. ഒരു കാര്യം തന്നെ ചെയ്യുന്നതിനേക്കാൾ കുറേ കൂടി നല്ലത് ഒരു സുഹൃത്ത്. ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി. വൈ ഫൈൻഡ് എ പാർട്ട്ണർ ലൈക്ക് ഷിജോ സമ്മൺ എൽസ് ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ടുവേഴ്സ് ദിസ് മിഷൻ ഓഫ് ഡൂയിങ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ മറ്റേയാൾ എന്നെ അത് സഹായിക്കുന്നു. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നു. ഞാൻ ഒരു ദിവസം വന്നില്ല ഇങ്ങനെ വിളിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുന്നു, ആ ക്ലബ്ബിൽ ടോസ്റ്റ് മാസ്റ്ററിൽ ഞാൻ ചെന്നില്ല എങ്കിൽ തന്നെ വിളിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാൻ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെക്കുറിച്ച് പറയുന്നത് പൊതുവെ പറയുന്നത് വി ആർ ദ ആവറേജ് ഓഫ് അവർ 5 ഫ്രണ്ട്സ്. വളരെ പ്രശസ്തമായ പല പുസ്തകങ്ങളും അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാം എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം? നമ്മുടെ പേഴ്സണൽ ഗോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ കരിയർ ഗോൾ എന്തായിരിക്കാം? എനിക്ക് ഇത്ര സാലറി ഉള്ള ഒരാളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിന്ന മേഖലയിൽ എക്സ്പേർട്ട് ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 5 സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണ്? അവരുടെ ആവറേജാണ് ഞാൻ നാളെ ആകാൻ സാധ്യതയുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, 1% ബെറ്റർ എന്ന രീതിയിൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതെ മുന്നോട്ട് പോവുക. 3 അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക. 4 ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഇതിനാവശ്യമാണ്. ഇതിനെ ആദ്യം പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എപ്പോഴും പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ഇൻസൈഡ്. ഇപ്പോൾ ഡേവിഡ് ഗോജിൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഡേവിഡ് ഗോജിൻസ് പൊണ്ണത്തടിയനായിരുന്നു, സ്വന്തം പിതാവിനാൽ വളരെ ഉപദ്രവിക്കപ്പെട്ടവനായിരുന്നു, ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്ന് ഉറപ്പുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയാണ് എനിക്കിത് മാറ്റിയേ തീരൂ. 100 ദിവസം കൊണ്ട് അദ്ദേഹം തൻ്റെ വെയിറ്റിൽ ഏകദേശം 50 കിലോ കുറച്ചുകൊണ്ട് വരുന്നത്. സോ ദാറ്റ് ബുക്ക് ഈസ് ആക്ച്വലി ട്രാൻസ്ഫോർമേറ്റീവ്, കനോട്ട് ഹാപ്പ് മീ. എന്നെ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ സാധിക്കില്ല. വാട്ട് എവർ യു ഡു ദാറ്റ് ഈസ് അൺഅഫക്റ്റഡ്. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുക എനിക്കിതിനകത്തുനിന്ന് പുറത്ത് കിടക്കണം. മടിയനാണെങ്കിൽ ഈ മടിയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിന് ഉള്ളൊരു ശക്തമായ ആഗ്രഹം. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഒറ്റ ഓട്ടോബയോഗ്രഫി വായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ബയോഗ്രഫീസ് വായിക്കുന്ന ആളാണ്. റിച്ച് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പുസ്തകം വായിക്കാറുണ്ട്. ഇവിടെ എല്ലാം ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ജീവിതത്തിൽ ഏതോ സാഹചര്യത്തിൽ അവർക്കുണ്ടായ ഇൻസിഡൻറ്റിലൂടെയാണ് അവർ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനായി തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ഡേവിഡ് ഗോജിൻസിൻ്റെ കാര്യം അതാണ്. അതുപോലെ ഇപ്പോൾ ഹിറ്റ്ലർ ആണെങ്കിലും പോസിറ്റീവും നെഗറ്റീവുമായ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ആളുകളിൽ പലരും, എഡിസൺ ആണെങ്കിലും വിൻസ്റ്റൺ ചർച്ചിലാണെങ്കിലും ബാരക് ഒബാമയാണെങ്കിലും ഇവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ ഒരു ഘട്ടത്തിൽ അവർ തങ്ങളുടെ പർപ്പസിനെ തിരിച്ചറിയുകയാണ്. പിന്നെ ഡെലിബറേറ്റായി അവർ അറ്റംപ്റ്റ് ചെയ്യുകയാണ്. എനിക്കത് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ബോധ്യമുണ്ടാകുകയാണ്. അപ്പോൾ അത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കൂടെയും ആ ഒരു വിഷൻ അവരെ ആക്ഷൻ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ ആക്ഷൻ പ്ലസ് കൺസിസ്റ്റൻസി, ദാറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഇൻറ്റൻസിറ്റിയിൽ അധികം വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എത്ര ശക്തിയോടെ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, എത്രമാത്രം ചെറിയ ആക്ഷനാണെങ്കിലും തുടർച്ചയായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറയാറുള്ളത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. കണ്ടിന്യൂസ് ചെറിയൊരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് കോമ്പൗണ്ടിങ് എഫക്റ്റ് ഈസ് ദ 8th വണ്ടർ ഇൻ ദ വേൾഡ്. ഒരു കാര്യം സ്മോളായി ചെയ്ത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പണം ഒരു വലിയൊരു കോർപ്പസ് എമൗണ്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ
ഡെയിലിയോ മന്ത്ലിയോ ഒരു സ്മോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ആക്ഷൻ അല്ലേ. അതെ അതെ. പണം ഉണ്ടാക്കണമെന്നുള്ള ആൾ സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ ആക്ഷൻ. ഒരു സ്മോൾ എമൗണ്ട് ആയിരിക്കാം. ഇപ്പോൾ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. 1000 രൂപയായിരിക്കാം, 5000 രൂപയായിരിക്കും, വാട്ടർ മേ ബി ദ എമൗണ്ട്. സോ ഇൻവെസ്റ്റിംഗ് ഈ വൺ സൈഡ് ആൻഡ് എ സ്മോൾ എമൗണ്ട് അല്ലേ. ഇനി ചെയ്യേണ്ടത് അത് റിപ്പീറ്റ് ചെയ്യുക. ഒന്ന് എമൗണ്ട് ഈസ് സ്മോൾ എമൗണ്ട് ഫിക്സ് ചെയ്തു, ആക്ഷൻ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് റിപ്പീറ്റ് ചെയ്യുക, ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. എന്താണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ ഒരു ചെറിയ സ്മോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയെ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡായി ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ ഉണ്ടാകും. സോ നത്തിങ് വിൽ ഹാപ്പൻ ഇൻ ഓവർ നൈറ്റ്. ഒരു മിറാക്കിൾ സംഭവിക്കും വിചാരിക്കരുത്. പല ആളുകളും വിചാരിക്കും പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ എല്ലാം സംഭവിക്കും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഇപ്പോൾ വലിയ മാറ്റം സംഭവിക്കും. അതെ. പല ആൾക്കാർ സ്മാർട്ട് വർക്ക് എന്നെല്ലാം പറയും. ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്ന ആളല്ല.